ഹലോ കൂട്ടുകാരെ, ഇന്ന് ഭജനമഠത്തിലോട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നടന്നു കിടന്ന് അവിടെ എത്തിയപ്പോൾ ഭജനപ്പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വിളക്കിനുള്ള പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കുറച്ചു നേരം അതൊക്കെ ഒന്ന് കണ്ടു നിന്നായിരുന്നു കേട്ടോ. കുറെ നാളായി ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. പിന്നെ ആ ആരതി ഒഴിഞ്ഞൊക്കെ ഒന്ന് തൊഴുതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ പിള്ളേര് വിളമ്പാനുള്ള പായസത്തിൽ പഴമൊക്കെ അരിഞ്ഞിടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആ കൊച്ചിറങ്ങി തൊട്ടിയൊക്കെ എടുത്തു വെച്ചിട്ട് മറച്ചായിരുന്നു കേട്ടോ അവന്റെ മുഖം. ആ മുഖം മറച്ചവൻ ഇവിടത്തെ പോറ്റിയാണ് കേട്ടോ, രണ്ടാമത്തെ പോറ്റി. മറ്റേ ആളാണ് മെയിൻ ആള്. അങ്ങനെ അവരൊന്ന് പഞ്ചരസം വിളമ്പിയായിരുന്നു. അങ്ങനെ ഞാൻ പോയി പഞ്ചരസവും വാങ്ങിച്ച് കഴിച്ചായിരുന്നു. നല്ല മധുരവും ടേസ്റ്റുമായിരുന്നു. പിന്നെ ഞാൻ പോയി 2 വട്ടയില എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ പായസവും വാങ്ങിച്ച് തൊട്ടപ്പുറത്തെ വീട്ടിന്റെ തിണ്ണയിൽ പോയിരുന്ന് കഴിച്ചായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പായസത്തിന്. കുറെ നാളായി പായസമൊക്കെ കഴിച്ചിട്ട്. എന്തായാലും നല്ല വൈബായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നാളെ ഇവിടെ കഞ്ഞിയുണ്ട് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കറിക്കരിയിലാണ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതൊക്കെ പോയി കുറച്ചു നേരം ഒന്ന് നോക്കിക്കൊണ്ട് നിന്നായിരുന്നു. പിന്നെ അതിലൊന്നും കൈവയ്ക്കാൻ നിന്നില്ല. അങ്ങനെ അതൊക്കെ കണ്ടു നിന്നതിന് ശേഷം ഞാനും ചിത്തും കൂടെ എന്റെ ചേട്ടന്റെ അടുത്ത് വന്ന് നിന്ന് കുറച്ചു നേരം സംസാരിച്ചൊക്കെ നിന്നായിരുന്നു. ആളെന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചിരിച്ച് അവിടെ ഇങ്ങ് നിന്നായിരുന്നു. അപ്പോഴത്തേക്കും ഹരിവരാസനം ഇട്ടായിരുന്നു. ഈ പട്ടി എന്തൊക്കെയോ തേടി നടക്കുകയാണ്. കുറെ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം അടുപ്പൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്തു. അമ്പലം പൂട്ടിയതിന് ശേഷം അമ്പലത്തിന്റെ അകത്ത് കുരുത്തോലയൊക്കെ ഇട്ടു. അപ്പോഴത്തേക്കാണ് ഇവള് വന്ന് എന്റെ കയ്യിലൊന്ന് പിടിച്ചത്. പിന്നെ ഞാൻ അവളെ പിടിച്ച് അവിടേക്ക് ഇട്ടൊന്ന് കറക്കിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും അച്ഛനും കൂടെ വീട്ടിലോട്ട് വന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ.